ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മളൊരു അൺബോക്സിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾ മുമ്പിൽ വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുമ്പോൾ ആദ്യമായി നിങ്ങളുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത ബെല്ലൈക്കൻ അളക്കാൻ മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അവസാനം വരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ വന്നോ, ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. നിങ്ങളെ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയിലേക്ക് റിവ്യൂ എടുക്കുന്നവർക്കും അതിനൊക്കെ കുക്കിംഗ് ചാനൽ ചെയ്യുന്നവർക്കും ബ്ലോഗ് ചെയ്യുന്നവർക്ക് മസ്റ്റാണ്. ഇത് ബ്ലോഗ് ചെയ്യുന്നവർക്കൊക്കെ അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നല്ല ഉപകാരപ്രദമായ സാധനമാണെന്ന് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. വേറെ ഒന്നല്ല, ഇത് ചെറിയ ട്രൈപോഡാണ്. ഈ ട്രൈപോഡാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ആ ട്രൈപോഡ്. ഇത് ഞാൻ ഇവിടെ വേറൊരു മാളിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെ കിട്ടും, ഇത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇത് മാനുവൽ യൂസ് ആണ്. ഇത് പക്ഷേ കമ്പനി പറഞ്ഞത് 360 ഡിഗ്രിയിൽ നമുക്കിത് ട്രൈപോഡ് കറക്കിയൊക്കെ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതിനൊരു കണക്ട് ചെയ്യാൻ അവർ ഒരു കണക്ടറും അതിൻ്റെ കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാകാൻ നോക്കാം. അതിനൊക്കെ ഇത് നമുക്ക് ഇത് ഒരു കാണിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. നല്ല വെച്ചാൽ അവർ ഇത് മെഷർ ചെയ്തിട്ടുണ്ട്. ക്യാമറയ്ക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ SLR ക്യാമറയ്ക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത് GoProയ്ക്ക് കണക്ട് ചെയ്യാൻ പറ്റും. SLR ക്യാമറയ്ക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സ്ട്രോങ് സാധനമായിരിക്കും. ക്വാളിറ്റി കുറഞ്ഞ സാധനമാണെങ്കിൽ നമ്മൾ SLR ക്യാമറയിൽ കണക്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഒടിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സാധനമായിരിക്കും. SLR ക്യാമറ പണം വരെ കമ്പനിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് ട്രാൻസ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. അപ്പോൾ ഇവർ എഴുതിയിട്ടുണ്ട് ട്രൈപോഡ് സ്റ്റാൻഡ് ഹാൻഡ് ഗ്രിപ്പ് എന്നാണ് ഇത് അവരിവിടെ എഴുതിയിട്ടുണ്ട്. ട്രൈപോഡ് സ്റ്റാൻഡ് ഹാൻഡ് ഗ്രിപ്പ് എന്ന് അവരിവിടെ മെഷർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് 36 ഡിഗ്രിയിലേക്ക് തിരിക്കാം. അതൊക്കെ എന്നൊക്കെ അവരിവിടെ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് നമ്മളെ കയ്യിൽ ഇതേ കണക്ക് നമുക്ക് ഷേക്കിൽ വീഡിയോ എടുക്കുമ്പോൾ ഷേക്ക് വരാം ഇതേ കണക്കൊക്കെ പിടിച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്ത ക്ലാമ്പെല്ലാം ഇവിടെ ഉണ്ട്. നമുക്ക് ഇനി ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണ് നമുക്കൊന്ന് കിട്ടണമെന്ന്. അപ്പോൾ നേരെ നമുക്ക് അൺബോക്സ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ തുറക്കാൻ പോവുകയാണ്. നിങ്ങൾ മുമ്പ് വെച്ചാൽ പൊട്ടിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പാക്കിങ് ഇതേ കണക്കാണ് വന്നേക്കുന്നത്. ചെറിയ കവറാണ്. നമ്മളിപ്പോൾ നമ്മളെ ചെറിയ ട്രൈപോഡ് നമ്മൾ പുറത്തോട്ട് എടുക്കാം. ഇതാ നമ്മൾ കവറിലാക്കി മാറ്റിയിട്ടുണ്ട്. ഈ കവറിൻ്റെ അകത്തുനിന്ന് ഒരു സാധനമില്ല, കവറിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാതെ നല്ല രീതിക്ക് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സാധനം. നമുക്ക് ഇനി ഇതാണ് ഇതിൻ്റെ ഈ കണക്റ്റാണ് 360 ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. അതായത് ഇവിടെ ലൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് ഇത് കറക്റ്റ് ഇത് കറങ്ങുന്നുണ്ട്. 360 ഡിഗ്രി തന്നെ കറങ്ങുന്നുണ്ട്. നമുക്ക് എടുത്തിട്ടൊക്കെ ഇത് വെച്ച് ഇങ്ങനെ ടൈറ്റായിരിക്കും. ഇപ്പോൾ ഇത് ടൈറ്റ് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ടൈറ്റാണ്. പിന്നെ ഇത് അനങ്ങത്തില്ല. ഇത് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് പോകണമെങ്കിൽ ഇത് കറക്കി നമുക്ക് വീഡിയോ എടുത്ത് വെച്ചിട്ട് നമുക്ക് ട്രൈപോഡ് തിരിക്കേണ്ട ആവശ്യമില്ല. മൊബൈലിൽ പിടിച്ചാൽ ഇത് കറക്കി എടുത്ത് വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണക്ടർ. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റാൻഡ് പുറത്തെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡ്. അതിന് സ്റ്റാൻഡ് മാറ്റി കഴിഞ്ഞാൽ ഇതാണ് മൊബൈൽ ഹോൾഡർ. ഇപ്പോൾ ഇതാണ് അതിൻ്റെ മൊബൈൽ ഹോൾഡർ. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് എൻ്റെ മൊബൈൽ ഹോൾഡർ. അപ്പോൾ ഇതാണ് അതിൻ്റെ മൊബൈൽ ഹോൾഡർ. നിങ്ങളിവിടെ കാണാൻ പറ്റും. മൊബൈൽ വയ്ക്കുന്നതനുസരിച്ച് ഇത് നമുക്കിങ്ങനെ വലിച്ചിട്ട് ഇതിൻ്റെ അകത്ത് മൊബൈൽ ഇടാൻ പറ്റും. അത് എനിക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ ഫീമെയിൽ ത്രെഡൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കമ്പനി. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റാൻഡ്. ഇവിടെ നമുക്ക് ഈ കണക്ട് ടൈറ്റ് ചെയ്യാനുള്ള ഇതും അത് കണക്ക് തന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഹോൾഡറൊക്കെ ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് ടൈറ്റ് ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിൽ ടൈറ്റ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ തിരിച്ച് വേണമെങ്കിൽ ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന ദിക്കിലേക്ക് കമ്പനി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഓപ്പൺ ആക്കാം. ഇത് ഓപ്പൺ ആക്കാൻ ഇവിടെ പ്രസ് ഈ സൈഡ് നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഈ 2 ബട്ടൺ, അതിനൊക്കെ ഇപ്പുറ സൈഡിലൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ഇങ്ങനെ പിടിച്ച് വെച്ചതിന് ശേഷം മാത്രം ഇതിങ്ങനെ കറക്കാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പല്ലെല്ലാം പോയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതാവും. ഇപ്പം ഞാൻ കറക്റ്റ് ഇത് ഇവിടെ പിടിച്ചുകൊണ്ട് അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിപ്പോൾ നമുക്ക് ഹാൻഡായിട്ട് അതായത് മൊബൈൽ ഇവിടെ ഇതേ കണക്ക് ഫിറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇതിവിടെ ഈ ഹോൾഡർ ഫിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് കണക്ക് തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തിരിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതല്ലാതെ നമുക്ക് ഈ കണക്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. ആദ്യം നമുക്ക് കണക്ട് വെച്ച് നോക്കാം. കണക്ട് ഇവിടെ ടൈറ്റ് ചെയ്തിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഓപ്പൺ ആക്കിയാണ്. ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡ് ഇങ്ങോട്ട് അതിനങ്ങനെ മറ്റേ തിരിച്ച് നേരെ ഇവിടെ അങ്ങ് കാണാൻ പറ്റും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ കറക്റ്റ് തറയിൽ അത് കറക്റ്റ് ഇരിക്കും. അതിനുശേഷം ഇത് ക്ലിപ്പ് പിടിച്ചിട്ട് താഴോട്ടായി കഴിഞ്ഞാൽ അത് ബേസായി. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഈ കണക്ടർ ഇത് ഫിറ്റ് ചെയ്യാം. ഇവിടെ കണക്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ കാണാൻ കണക്ടർ എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൊക്കി നോക്കാം. അതിപ്പോൾ കണക്ട് ഫിറ്റ് കറക്റ്റ് പൊക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഹോൾഡർ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഹോൾഡർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മൊബൈൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ കാണാം. ഇപ്പോൾ മൊബൈൽ ഞാൻ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മൊബൈലെല്ലാം ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ ഇപ്പോൾ മൊബൈൽ ഫിറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ മൊബൈൽ ഫിറ്റ് ചെയ്ത് ഇവിടെ വെച്ചേക്കുന്നത് ഇതേ കണക്ക് നമുക്ക് ഈ സ്റ്റാൻഡിൽ നമുക്ക് ഇതേ കണക്ക് ഇവിടെ മൊബൈലെല്ലാം ഫിറ്റ് ചെയ്ത് നമുക്ക് ഒരു സ്ഥലത്ത് വയ്ക്കാം. അതേ കണക്ക് തന്നെ ഇത് 360 ഡിഗ്രി വേണമെങ്കിൽ നമുക്കിത് കറക്കാമെന്നാണ് കമ്പനി പറയുന്നത്. കറക്കി വയ്ക്കാമെന്നാണ് പറയുന്നത്. നമുക്ക് അതും കൂടെ നോക്കാം. 360 ഡിഗ്രി കറക്കാൻ പറ്റുമെന്നൊക്കെ നോക്കാം. അതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റിൽ ആ ഫ്രണ്ടിലത്തെ ഈ സ്ക്രൂ സ്വല്പം ലൂസ് ചെയ്യണം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സ്ക്രൂസ് എല്ലാം ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ 360 ഡിഗ്രിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കറക്കിയെടുക്കാം. നിങ്ങൾക്ക് നോക്കാം. എങ്ങനെ വേണമെങ്കിൽ കറക്കാം. തിരിച്ച് നമുക്ക് സ്റ്റാൻഡ് തിരിക്കാൻ ഇങ്ങനെയൊക്കെ തിരിച്ച് കറക്കാൻ പറ്റും. എങ്ങനെ വേണമെങ്കിൽ 60 ഡിഗ്രിയിൽ നിങ്ങൾക്കിത് കറക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇത് പിടിച്ചൊരു വീഡിയോ എടുത്ത് നോക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് ഇപ്പോൾ ഇത് നമുക്ക് ഞാൻ എൻ്റെ കറക്റ്റ് എൻ്റെ ഹാൻഡിൽ തന്നെ പിടിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ വൈകിട്ടായി, അതായത് 7 മണി അടുപ്പിച്ചായി. ചൂടായതുകൊണ്ടാണ് ഇപ്പോഴും ഇത്രയെങ്കിലും വെട്ടമുള്ളത്. 7 മണി അടുപ്പിച്ചായി. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ നമുക്കിപ്പോൾ ഹാൻഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് അതേ ഒരു അടിപൊളിയായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിനൊക്കെ എവിടെയെങ്കിലും കൊണ്ട് വെക്കണമെങ്കിൽ തന്നെ നമുക്ക് ഈ സ്റ്റാൻഡ് നമുക്ക് ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാ ഇവിടെ പിടിയെല്ലാം കറക്റ്റ് ഉണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ പിടിച്ച് തന്നെ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റും. എല്ലാ സ്ഥലവും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ക്യാമറ എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ്, അതായത് നിങ്ങൾക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് പിടിച്ച് നിങ്ങൾക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിക്ക് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇവിടെ കാണാം. അതിനൊക്കെ നമുക്കൊന്ന് ചരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ മേലത്തെ ഭാഗം പിടിച്ച് തിരിച്ച് ചരിച്ചിട്ട് നമുക്ക് 360 ഡിഗ്രി തന്നെ നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത ബെല്ലൈക്കൻ അളക്കിടാൻ മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിനെങ്കിൽ ലൈക്ക് ചെയ്യാനൊക്കെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു വർക്കുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം.